ഗൈസ് ഇന്ന് ടച്ച് ലൈനിൽ സംസാരിക്കാൻ പോകുന്നത് നോവ സദോയി എന്ന് പറഞ്ഞിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരം. അദ്ദേഹം കൊടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് സംസാരിക്കാൻ പോകുന്നത്. അതിലെല്ലാവരും അറിയേണ്ട ഒരു കാര്യമായിട്ട് ചോദിക്കുന്ന കാര്യമാണ് ഇപ്പം നോവയുടെ ഒരു ട്രാൻസ്ഫർ, അദ്ദേഹം ക്ലബ്ബ് വിട്ട് പോകുമോ എന്നുള്ളൊരു ചോദ്യം. അപ്പം അതിന് അദ്ദേഹം പറയുന്നൊരു മറുപടി, നിങ്ങൾക്ക് എല്ലാവർക്കും റൂമർ വളരെ ഇഷ്ടമാണ്, പക്ഷേ കേൾക്കൂ, എനിക്കിവിടെ 2 വർഷത്തേക്ക് കരാറുണ്ട്, എനിക്ക് ആരുമായി ഒരു പ്രശ്നവുമില്ല, ഞാൻ ക്ലബിനെ സ്നേഹിക്കുന്നു, ഇവിടെ തുടരാൻ ഞാൻ തയ്യാറാണ്, മറ്റൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും, സീസൺ മികച്ച രീതിയിൽ അവസാനിപ്പിക്കുക, കുറച്ച് വിശ്രമം എടുത്ത് ഫ്രഷായി തിരിച്ചെത്തുക, അടുത്ത സീസണിൽ പരിക്കേൽക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം, അതാണ് എൻ്റെ പ്രതീക്ഷകൾ എന്നൊക്കെയുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ പലരും ഇപ്പം തന്നെ ചോദിക്കുന്നൊരു കാര്യമാണ് ഇപ്പം നോവ പോകുമെന്നുള്ള ഒരു കാര്യം. ഇപ്പം നോവ ഓൾറെഡി വന്നത് നമുക്കറിയാമല്ലോ, ഒരു 2 വർഷത്തെ കോൺട്രാക്റ്റിലാണ് എന്നുള്ളത്. അപ്പം അടുത്ത വർഷം ഓട്ടോമാറ്റിക്കലി ഒരു കോൺട്രാക്റ്റ് ഉണ്ടാകും. പിന്നീട് ഇദ്ദേഹം പോകണമെങ്കിൽ പുതിയ പരിശീലകൻ കൂടി ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം 6 വിദേശ താരങ്ങളെ മാത്രമേ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം ആ സാഹചര്യത്തിൽ കോച്ചിന് ആപ്റ്റ് ആയിട്ടുള്ള പ്ലെയർ ആണോ എന്നുള്ള ഒരു കാര്യം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അപ്പം സൂപ്പർ കപ്പ് എന്ന് പറയുന്നൊരു സാഹചര്യത്തിൽ തന്നെ കോച്ചായിട്ടുള്ള ഡേവിഡ് കാറ്റല വന്ന സ്ഥിതിക്ക് അദ്ദേഹത്തിന് അതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ, ഏതൊക്കെ വിദേശ താരങ്ങൾ നിലനിർത്തണം, ഏതൊക്കെ വിദേശ താരങ്ങൾ പോകണം എന്നുള്ള കാര്യത്തിലേക്കൊക്കെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും. പിന്നെ ഒരു 2-3 ആഴ്ചത്തെ ട്രെയിനിങ് സെഷനൊക്കെ കിട്ടിയിട്ടുണ്ട്, ഇനി വരുന്ന മത്സരങ്ങളുണ്ട്. അപ്പം ഇതിലൂടെയൊക്കെ ആയിരിക്കും ആ ഒരു കാര്യത്തിലേക്ക് ഒരു ഡിസിഷൻ എടുക്കുന്നത്. പിന്നെ ഇദ്ദേഹം തന്നെ പറയുന്നൊരു കാര്യമാണ്, അദ്ദേഹം ബേസിക്കലി ഒരു ലെഫ്റ്റ് വിങ്ങറാണ്, പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ കുറച്ചും കൂടി ഒരു റൈറ്റ് കേന്ദ്രീകരിച്ചിട്ടാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. എന്നാൽ അദ്ദേഹത്തിന് സെക്കൻഡ് സ്ട്രൈക്കറായിട്ടും ഒരു സെൻട്രൽ ഫോർവേഡായിട്ടും ഒക്കെ കളിക്കാൻ കഴിവുള്ളൊരു കാര്യമാണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ആരാധകരെയൊക്കെ മുഷിപ്പിച്ചത്, അപ്പം നമ്മൾ സംസാരിച്ചിട്ടുള്ള കാര്യമാണ്, അദ്ദേഹം ചില സമയത്ത് ഒരു ടീമിൽ നിന്ന് വ്യത്യസ്തനായിട്ട് നിൽക്കുന്ന ഒരു പ്ലെയറായിട്ട് തോന്നുന്നു, ഒരു ടീം പ്ലെയർ ആണോ എന്നുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാകും. ആദ്യ മത്സരത്തിൽ കാറ്റലയുടെ അണ്ടറിൽ ഒരു പ്യുവർ ടീം പ്ലെയറായിട്ട് തന്നെയാണ് കളിച്ചത്. അപ്പം അങ്ങനെ ഒരു രീതിയിൽ ഒരു വ്യത്യസ്ത പല റോളുകളിലൊക്കെ ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നോവയെ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ തീരുമാനവും എടുക്കേണ്ടത് ഡേവിഡ് കാറ്റല എന്ന് പറയുന്ന പരിശീലകനാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിലായിരിക്കും കാര്യങ്ങൾ ഇനിയും മുന്നോട്ടുള്ള മത്സരങ്ങളൊക്കെ ഒരു ഫാക്ടറായിട്ട് തന്നെ വരും എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പം കഴിഞ്ഞ സീസൺ അത്ര മികച്ചതായിരുന്നില്ല. അപ്പം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കാര്യം പറയാം, അദ്ദേഹത്തിന് കരിയറിൽ എപ്പോഴും ഇല്ലാത്ത തരത്തിലുള്ള ഇഞ്ചുറികളൊക്കെ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു തിരിച്ചുവരവ് നടത്തുമെന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അദ്ദേഹം യങ്സ്റ്റേഴ്സിന് മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഐമനാണെങ്കിലും കോറുമാണ്, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സിമിലർ ആയിട്ടുള്ള വിങ് പൊസിഷനിൽ കളിക്കുന്ന പ്ലേയേഴ്സാണ്. അപ്പം ഒരു കഴിവുകൊണ്ട് മാത്രമല്ല, ഹാർഡ് വർക്കും കരിയറിൽ മുന്നോട്ട് നയിക്കുന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ അവരിലേക്ക് പാസ് ചെയ്യുന്നു എന്നൊക്കെ കാര്യമൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡിഫൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം. അദ്ദേഹം ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ സീസണിൽ ഒരു ടീം എന്ന നിലയിൽ പ്രതിരോധിക്കാൻ കഴിയാത്തതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം. വളരെയധികം സ്പേസ് ഞങ്ങൾ സൃഷ്ടിച്ചു, ടീമുകൾ ഞങ്ങളെ ശിക്ഷിച്ചു. എന്നാൽ പുതിയ പരിശീലകൻ വന്നതോടെ ഞങ്ങളുടെ പ്രതിരോധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. ഇത്തരത്തിൽ തുടർന്നാൽ മത്സരങ്ങളൊക്കെ നമുക്ക് ഒരു മികച്ച രീതിയിലേക്ക് മാറ്റാൻ കഴിയും എന്നുള്ളതാണ്. നമുക്കറിയാലോ, ഡിഫൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സീസൺ 37 ഗോളുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കൺസീഡ് ചെയ്തിട്ടുള്ളത്. അപ്പം അത് ഒരു നമ്പർ ഓഫ് നോക്കുമ്പോഴത്തേക്കും ഒരു വലുത് തന്നെയാണ്. നമ്മുടെ അറ്റാക്ക് പ്ലേയേഴ്സ് ഒരു തരത്തിൽ സ്കോർ ചെയ്യുന്ന സാഹചര്യത്തേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു പ്രശ്നം വളരെ വലിയ രീതിയിൽ നമ്മളെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സമീപകാലത്ത് ഏറ്റവും ഒരു ബെസ്റ്റ് സീസൺ ആയിരുന്നല്ലോ 2021-22 സീസൺ, അതായത് ഇവാൻ്റെ ഫസ്റ്റ് സീസൺ. അപ്പോൾ ആ സീസണിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അറ്റാക്കിങ്ങിൽ ഡയാസ്, ലൂണ, അൽവാറോ, സഹൽ തുടങ്ങിയിട്ടുള്ള താരങ്ങളൊക്കെ ഗോൾ അടിച്ച് കൂട്ടിയെന്ന് പറയുമെങ്കിലും ആ സീസണിൽ ഡിഫെൻസീവ്ലി പെർഫോമൻസും ഗ്രേറ്റ് ആയിരുന്നു എന്നുള്ളതാണ്. അപ്പം ഗില്ല് ഗോൾഡൻ ഗ്ലോ അടിക്കുന്ന ലെവലിൽ വന്നു, നമ്പർ ഓഫ് ക്ലീൻ ഷീറ്റ്സ് നേടിക്കൊണ്ട്. അതുപോലെ തന്നെ ലെസ്കോവിച്ചിൻ്റെ പ്രകടനം എടുത്ത് പറയേണ്ടതാണ്. ഹോർമിപ്പാം, ഖബ്ര, ജസൽ, നിഷു, സ്റ്റാലിൻ, അങ്ങനെ തുടങ്ങിയ ഡിഫൻസീവ് പ്ലേയേഴ്സ് എല്ലാം, അതുപോലെ ഹോൾഡിംഗ് മിഡ്ഫീൽഡേഴ്സ് ആയിട്ടുള്ള പ്ലേയേഴ്സ് എല്ലാം മികച്ച രീതിയിലുള്ള പെർഫോമൻസ് ആണ്. അപ്പം ഡിഫൻസിൻ്റെ ഒരു പ്രകടനം എത്രത്തോളം ആ ഒരു ടീമിൻ്റെ റിസൾട്ടുകളെ എല്ലാ കാര്യങ്ങളെയൊക്കെ ബാധിക്കും എന്നുള്ളതിൻ്റെ ഒരു കാര്യം കൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അപ്പം പുതിയ ഡേവിഡ് കാറ്റല വരുന്ന സമയത്ത് ഈസ്റ്റ് ബംഗാളിനെതിരെ ഡിഫെൻസീവ്ലി പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു രീതിയിൽ തന്നെയാണ്. ഇപ്പം നമുക്കറിയാം, സ്റ്റാർട്ടിംഗ് ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ ഇൻ പേപ്പറിലൊരു ഫോർമൽ ഡിഫൻസ് ആണെങ്കിലും ഇപ്പോൾ ഒരു അറ്റാക്കിംഗ് ഇതിലേക്ക് വരുന്ന സമയത്ത് ഒരു 3-man CBയിലേക്ക് അത് പരിണമിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ സപ്പോർട്ടീവ് ആയിട്ട് 2 പിവട്സിനെ കളിപ്പിക്കുന്ന രീതി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, അത് 2 വിദേശ താരങ്ങൾ. അതുപോലെ കുറച്ചും കൂടി സപ്പോർട്ട് കൊടുക്കാനായിട്ട് ഒരു പ്രോപ്പർ വിങ്ങർ ഒഴിവാക്കിയിട്ട് വിപിനെ അവിടെ കളിപ്പിക്കുന്ന രീതിയാണ്. അപ്പം ഡിഫൻസിന് എത്രത്തോളം ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു പരിശീലകനാണ് എന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒപ്പം ഡാനിഷിനെ പോലത്തെ ഒരു താരത്തെ അറ്റാക്ക് മിഡിൽ ഉപയോഗിച്ച് അവരുടെ മിഡ്ഫീൽഡിൽ മാക്സിമം ഒപ്പോണൻസിൻ്റെ സ്പേസ് കുറയ്ക്കുക എന്നുള്ള രീതി. അത് ചിലപ്പോൾ ഈസ്റ്റ് ബംഗാളിനെതിരെ ആയിരിക്കും ആ തന്ത്രം. ഓരോ ടീമുകൾക്കെതിരെയും ചിലപ്പം ഈ ഒരു ഡിഫെൻസീവ്ലി എങ്ങനെ പ്രതിരോധിക്കാമെന്നുള്ളതിന് വ്യത്യസ്തമായിട്ടുള്ള പ്ലാൻ
പ്ലാനുകൾ ഉണ്ടായേക്കാം. അത് നമുക്കിനിയിപ്പം വരുന്ന മത്സരങ്ങൾ കണ്ടതിന് ശേഷമേ പറയാൻ സാധിക്കുള്ളൂ. അപ്പം നോവയുടെ ഈ വാക്കുകളിൽ നിന്ന് ഈ കാര്യങ്ങൾ കൂടി ഒന്ന് സംസാരിച്ച് പോയതാണ്. അപ്പം ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പം ഇത്രയൊക്കെയാണ് ഈ ഒരു കാര്യത്തിൽ ഈ നോവയുടെ ഇൻ്റർവ്യൂവിൽ നിന്ന് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻസ്? തീർച്ചയായും കമ്പോസ് സനിങ് ഓഫ്.